ഈ ആഴ്ചത്തെ കിച്ചൺ ടീമിൽ ഏറ്റവും കൂടുതൽ കിച്ചണിൽ എഫേർട്ട് ഇടുന്നതും കൂടുതൽ ടൈം കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അനുമോള്. എന്നാൽ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ ശരത്താണ്. എന്നാൽ എന്ത് ഡിസിഷൻ വന്നാലും അത് അനുമോളാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കിച്ചൺ ഭരിക്കുന്നത് അനുമോളാണ് എന്നൊരു ടോക്ക് ഹൗസിനുള്ളിലുണ്ട്. എന്തായാലും ശരത് ഇപ്പോൾ ആദിലേനെയും നൂറേനെയും വിളിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ശരത്ത് പറയുന്നത് അങ്ങനെ ഒരു ടോക്ക് പുറത്തുണ്ട്, അതായത് അനുമോളാണ് കിച്ചൺ ഭരിക്കുന്നതെന്ന്. നമ്മളെല്ലാം കിച്ചൺ ടീമിൻ്റെ അംഗങ്ങളാണ്, നമ്മൾ ഒരുമിച്ച് വേണം തീരുമാനമെടുക്കാൻ, അതായത് ഒരു കോർഡിനേഷൻ വേണം. അല്ലാതെ അനുമോൾ ഭരിക്കുന്നതിനൊരു കുഴപ്പമുണ്ടായിട്ടില്ല. അനുമോളോട് ഇത് വിളിച്ചു പറഞ്ഞാൽ അനുമോൾക്കത് മനസ്സിലാവില്ല. അവൾ ചാടിക്കടിക്കും അല്ലെങ്കിൽ തറുതല പറയും. നിങ്ങൾക്കാകുമ്പോൾ അത് മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കണം. അതുപോലെ തന്നെ ഒരു കോർഡിനേഷൻ വേണം. മെയിനായിട്ട് ഇങ്ങനത്തെ ഒരു സംസാരം വരാൻ കാരണം നെവീനാണ് ശരത്തിനോട് പോയി പറയുന്നത് അനുമോളാണ് കിച്ചൺ ഭരിക്കുന്നത്, താനല്ലേ ക്യാപ്റ്റൻ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം നെവീനും കിച്ചണിൻ്റെ ഒരു അംഗമാണ്. പക്ഷേ നെവീൻ പലതവണ, അതായത് കഴിഞ്ഞ 2 ആഴ്ചകളും പലതവണയായിട്ട് ഫുഡുകൾ മോഷ്ടിച്ച് കഴിക്കുന്നതുകൊണ്ട് തന്നെ കിച്ചണിൽ എന്ത് വന്ന് നെവീൻ തൊട്ടാലും അതിന് അനുമോളെ തൊടരുത് അല്ലെങ്കിൽ എടുക്കാൻ പാടില്ല എന്ന് പറയും. ഇന്ന് രാവിലെ കൂടി ചപ്പാത്തി, അതായത് കുക്ക് ചെയ്ത് വെച്ച ചപ്പാത്തി എണ്ണാൻ വേണ്ടി നെവീൻ തൊടുമ്പോഴേക്കിനും അനുമോൾ പറയുന്നുണ്ട് എടുക്കണ്ട, എണ്ണി വെച്ചേക്കുവാണെന്ന്. അത് നെവീൻ ഇഷ്ടപ്പെട്ടില്ല. അതേ തുടർന്നാണ് ഈ ചോദ്യവും പറച്ചിലും ഒക്കെ വന്നതും. എന്തായാലും നെവീൻ പറയുന്നത് അനുമോൾ ഒരു വിഷപ്പാമ്പാണ് എന്നാണ്. അനുമോൾ ഒന്നിനും സമ്മതിക്കുന്നില്ല, അവളാണ് അവിടുത്തെ ക്യാപ്റ്റൻ എന്നാണ് അവളുടെ വിചാരം എന്നൊക്കെയാണ് നെവീൻ പറയുന്നത്. നെവീനും ഈ കിച്ചൺ ടീമിൻ്റെ അംഗമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വസ്തുക്കളിലും തൊടാനും അതുപോലെ തന്നെ കുക്കിങ്ങിൽ ഇടപെടാനും നെവീനും അധികാരമുണ്ട് എന്നാണ്. എന്തായാലും ശരത്ത് അതിലേനെ നൂറേനെയും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോൾ എന്ത് ചെയ്താലും അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒനിയിലും അഭിലാഷും വരുന്നുണ്ട് എന്നും ശരത്ത് പറയുന്നുണ്ട്. അവർ തമ്മിൽ ഫ്രണ്ട്സ് ആണോ എന്നും അറിയില്ല. പക്ഷേ ഇപ്പോൾ അനുമോൾ എന്ത് ചെയ്താലും ഒനിയിലും അഭിലാഷും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും ശരത്ത് പറയുന്നുണ്ട്. കൂടുതൽ ലൈവ് വിശേഷങ്ങളുമായി വീണ്ടും വരാം.